മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ LDF വികസന മുന്നേറ്റ ജാഥയുടെ പോസ്റ്റർ വച്ചതിൽ രാഷ്ട്രീയ വിവാദം. മദ്യപനാണ് പോസ്റ്റർ കൊണ്ടുവച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടും LDFനെതിരെ ആരോപണവുമായി UDF നേതാക്കൾ രംഗത്ത് വന്നു. അനാവശ്യ വിവാദമെന്നും ചാണ്ടി ഉമ്മനോട് സംസാരിച്ചെന്നും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി പ്രതികരിച്ചു. 2 ദിവസം മുമ്പാണ് സംഭവം. മാനസിക പ്രശ്നം നേരിടുന്നയാൾ പുതുപ്പള്ളിപ്പള്ളിയിലെത്തി പ്രശ്നങ്ങളുണ്ടാക്കി. പിന്നാലെ LDF വികസന മുന്നേറ്റ ജാഥയുടെ ഫ്ലക്സ ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് മുകളിൽ വെച്ചു. പോലീസ് അന്വേഷിച്ച് ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു. സംഭവത്തിൽ ജോസ് കെ മാണി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട കോട്ടയം DCC അധ്യക്ഷൻ നാട്ടകം സുരേഷ് സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തിയതോടെ രാഷ്ട്രീയ വിവാദത്തിന് തുടക്കം. ഉമ്മൻചാണ്ടിയെ ഇനിയെങ്കിലും വെറുതെ വിടണമെന്ന നേതാക്കൾ. ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ള സ്ഥലത്ത് ആ കല്ലറയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഈ മരിച്ചിട്ടും 1.5 കൊല്ലം 2 വർഷത്തോളം ആകാൻ പോകുന്ന കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയെ എന്തിനു വേട്ടയാടാൻ ശ്രമിക്കുന്നു? എന്തിനു വേട്ടയാടുന്നു? അത് ശരിയല്ല. ആരെങ്കിലും ബോധപൂർവം ചെയ്തതാണെങ്കിൽ അത് UDF ആയിരിക്കുമെന്ന CPIM ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം. ഇതൊരു രാഷ്ട്രീയ വിവാദമാക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസും UDFും ബോധപൂർവം ശ്രമിച്ചത് എന്നത് ഇപ്പോൾ വളരെ വ്യക്തമാവുകയാണ്. DCCയുടെ പ്രസിഡന്റും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAയും ഇത് LDF ചെയ്തതാണ്, CPM ചെയ്തതാണ് എന്ന പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിവാദം അനാവശ്യമെന്നും ചാണ്ടി ഉമ്മനുമായി ഫോണിൽ സംസാരിച്ചെന്നും ജോസ് കെ മാണി പറഞ്ഞു. അത് വേറെ ആരോ മിസ്കണ്ടൻസ് ചെയ്തതാണ്, ഒരു കുഴപ്പമില്ല, എനിക്കറിയാം എന്ന് പറഞ്ഞു. പക്ഷെ അത് അനാവശ്യമായി മീഡിയക്കകത്തിട്ടു, അതൊരു വാർത്തയാക്കി, അങ്ങനെയെല്ലാം ആരിനും ഇച്ചിരി വിവരമുള്ള ആളുണ്ടെങ്കിൽ ബുദ്ധിയുള്ള ആൾ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫ്ലക്സ് വെച്ചയാളുടെ രാഷ്ട്രീയ പശ്ചാത്തലവും ചർച്ചയാകുന്നുണ്ട്. സംഭവത്തിൽ ഇതുവരെ പ്രതികരണം നടത്താൻ ചാണ്ടി ഉമ്മൻ തയ്യാറായിട്ടില്ല. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.